So in the last class we have discussed the application of steady flow equation in nozzle and diffuser and throttling device. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് ടർബൈൻ ആൻഡ് കംപ്രസർ. ഓക്കെ, ആപ്ലിക്കേഷൻ 4 ആപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ. അന്നത്തെ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ നോസിൽ ആൻഡ് ഡിഫ്യൂസർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ ത്രോട്ടിലിംഗ് ഡിവൈസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ തേർഡ് വൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് വൺ ആയിരിക്കും ടർബൈൻ ആൻഡ് കംപ്രസർ. ഈ ടർബൈൻ ആൻഡ് കംപ്രസറിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്ത് dWx/dτ 0 ആയിരുന്നു. പക്ഷെ ഇവിടെ dWx/dτ 0 ആണോ? ടർബൈനകത്ത് കംപ്രസറിനകത്ത് എന്തുണ്ട്? ടർബൈനകത്ത് കംപ്രസറിനകത്ത് എന്തുണ്ട്? ആ ഷാഫ്റ്റ് വർക്ക് ഉണ്ട്. ഈ ഷാഫ്റ്റ് വർക്ക്. ഓക്കെ, ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? നമുക്ക് ടർബൈൻ വരയ്ക്കാം. ഞാൻ ആദ്യം ഒരു ടർബൈൻ വരയ്ക്കാൻ പോവാം. ഇതെന്തായി കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? ഇൻസുലേഷൻ. ഓക്കെ, ഈ ടർബൈൻ്റെ നമ്മൾ ഇത് സെക്ഷൻ 1 ആണ്, സെക്ഷൻ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എനർജി ബാലൻസ് വെച്ചിട്ട് നമ്മൾ W1 W2 ഓൾറെഡി നമ്മൾ പറയുന്നു. ഇനി മാസ് ബാലൻസ് വെച്ചിട്ട് W1 W2 പറയുന്നു. എനർജി ബാലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? നമ്മൾ ഫുൾ ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ ഇക്വേഷൻ അനുസരിച്ച് എന്ത് വരും? W1 ഇൻറ്റു എന്ത് വരും? W1 ഇൻറ്റു H1 plus V1 square by 2. അത് പഠിക്കണം കേട്ടോ, ബൈ ഹാർട്ട് ആണ്. H1 plus V1 square by 2 plus Z1G plus dQ by dτ is equal to W2 into H2 plus V2 square by 2 plus Z2G plus dWx by dτ ആണോ? ഇതിനകത്ത് W1 ഈക്വൽ ടു ഇതിനകത്ത് ഇക്വേഷൻ കുറേ കണ്ടീഷൻസ് നമുക്ക് വേണം. W1 ഈക്വൽ W2 ഒന്നാമത്തെ കണ്ടീഷൻ ആണോ? രണ്ടാമത്തെ കണ്ടീഷൻ dQ by dτ എന്താണ്? dQ by dτ എന്താണ്? 0. dQ by dτ 0 ആണ്. അതുപോലെ തന്നെ ടർബൈനകത്ത് ഇവിടെ നമുക്ക് ഒരേ ലെവലിലല്ലേ ഫ്ലോ ചെയ്യുന്നത്. ഇപ്പോൾ Z1 ഈക്വൽ ടു Z2 അല്ലേ? Z1 ഈക്വൽ ടു Z2 അല്ലേ? ഇനി നമുക്ക് ഇവിടെയും നമ്മൾ നേരത്തെ ത്രോട്ടൽ ഡിവൈസ് അപ്ലൈ ചെയ്ത മാതിരി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് very small.
വെരി സ്മോൾ എന്ന് പറയുമ്പോൾ അതിനെ ഓൾമോസ്റ്റ് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓൾമോസ്റ്റ് സ്മോൾ, വെരി സ്മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഓൾമോസ്റ്റ് തിയറിറ്റിക്കലി നമ്മൾ ചെയ്യുക കേട്ടോ. നമ്മളൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയൊരു അസംഷൻ ചെയ്യുന്നത്. അവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള വാല്യൂ, ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വെരി സ്മോൾ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും റിസൾട്ടുകൾ ഇന്നത്തെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? നിങ്ങൾ അപ്ലൈ ചെയ്താലോ? അപ്ലൈ ചെയ്തിട്ടെന്ന് പറഞ്ഞു നിങ്ങൾ. H1 is equal to H2 plus dWx by dτ വരിക. H1 is equal to H2 plus dWx by dτ ആണോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dWx by dτ എന്ന് പറയുന്നത് ഇസിക്കൽ ടു H1 മൈനസ് H2 എന്ന് കിട്ടി. ആണോ? അതായത് ഷാഫ്റ്റ് വർക്ക് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഷാഫ്റ്റ് വർക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പിക്ക് ഇക്വലൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ആണോ? ഇതിൻ്റെ അർത്ഥം എന്തുവാ? വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എൻതാൽപ്പി. ഈ റിസൾട്ടിൻ്റെ മീനിങ് എന്തുവാണ്? dWx ബൈ dτ ഇസിക്കൽ ടു H1 മൈനസ് H2 എന്ന് പറയുമ്പം ഈ റിസൾട്ടിൻ്റെ മീനിങ് എന്താണ്? വർക്ക് ഈസ് ഡൺ ബൈ ദ ഫ്ലൂയിഡ് at the expense of എൻതാൽപ്പി. ആണോ? എൻതാൽപ്പിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതായത് H1 മൈനസ് H2 എത്രമാത്രം ഡിഫറൻസ് വന്നിട്ടുണ്ടോ ആ ഡിഫറൻസ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ടർബൈനകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എനർജി എക്സ്ട്രാക്ട് ചെയ്യുമല്ലേ? ടർബൈനകത്ത് നമ്മൾ എനർജി വർക്ക് കിട്ടുമല്ലേ നമുക്ക്? ആണോ? ഹലോ കേൾക്കുന്നുണ്ടോ? ടർബൈനകത്ത് നമുക്ക് വർക്ക് കിട്ടുമല്ലേ? ആണോ? ടർബൈൻ പമ്പും ഒക്കെ തമ്മിൽ ഡിഫറൻസ് അറിയാമോ നിങ്ങൾക്ക്? എന്തോ ടർബൈൻ പമ്പ് തമ്മിൽ ഡിഫറൻസ് എന്താണ്? പമ്പും ടർബൈൻ തമ്മിൽ ഡിഫറൻസ്, ബേസിക് ഡിഫറൻസ് എന്താണ്? ടർബൈനിൽ നമുക്ക് ഇങ്ങോട്ട് വർക്ക് കിട്ടും, പമ്പിലോട്ടാണ് നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുക്കുക. ടർബൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹൈ സ്ട്രീമുള്ള ഒരു ഫ്ലൂയിഡ് അതിനകത്ത് വന്ന് എൻ്റർ ചെയ്യുന്നു, നമ്മുടെ പെൽട്ടൺ വീലിന് അല്ലെങ്കിൽ ടർബൈൻ വീലിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പക്ഷേ കംപ്രസറിനകത്ത് നമ്മളൊരു മോട്ടർ വെച്ചിട്ട് വർക്ക് ഇൻപുട്ട് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ കംപ്രസ്ഡ് എയർ നമുക്ക് കിട്ടത്തുള്ളൂ. ആണോ? ഓക്കെ. അപ്പോൾ ടർബൈനകത്ത് H1 ആയിരിക്കും വലുത്, H2 ആയിരിക്കും വലുത്? H1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിൻ്റെ എൻതാൽപ്പിയാണ്, H2 എന്ന് പറയുമ്പോഴത്തേന് ഔട്ട്ലെറ്റിൻ്റെ എൻതാൽപ്പിയാണ്. ടർബൈനകത്ത് H1 ആയിരിക്കും വലുത്, H2 ആയിരിക്കും വലുത്. കാരണം എൻതാൽപ്പി കുറയുക ടർബൈനകത്ത്. അപ്പോൾ ഏതായിരിക്കും വലുത് വരുന്നത്? H1. സോ ടർബൈൻ്റെ വർക്ക് റേറ്റ് എഴുതുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും ഇൻലെറ്റ് മൈനസ് ഔട്ട്ലെറ്റ് എന്ന് എഴുതാവുള്ളൂ. പക്ഷെ കംപ്രസറിൻ്റെ കേസില്ല. എങ്ങനെ ആയിരിക്കും? കംപ്രസർ നമ്മൾ വർക്ക് കൊടുക്കുമല്ലേ? കംപ്രസറിൻ്റെ കേസിൽ എങ്ങനാ? കംപ്രസർ നമ്മൾ വർക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? വർക്ക് കൊടുക്കുമ്പോൾ H1 ആണോ വലുത്, H2 ആണോ വലുത്? H2.
അപ്പം നമുക്ക് എന്ത് dWx/dτ = H2 - H1 എന്ന് എഴുതാം ഫോർ കംപ്രസർ. അപ്പം ഈ മനസ്സിലായില്ലേ? അപ്പോൾ കംപ്രസറിനകത്ത് എന്ത് സംഭവിക്കും? കംപ്രസറിനകത്ത് എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസസ്. എന്താ അല്ലേ? ആണോ? ഫോർ ഇൻ കംപ്രസർ enthalpy of fluid increases by the amount of work input. നമ്മൾ എത്രമാത്രം വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നോ അത്രയും എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? H1-നെക്കാട്ടിലും H2 കൂടുതൽ. എത്ര കൂടുതലാണ്? നമ്മൾ എത്ര വർക്ക് കൊടുക്കുന്നുണ്ടോ അത്രയും കൂടുതലാണ്. ആണോ? അല്ലേ? ആണോ അല്ലേ? ഇപ്പം നമ്മൾക്ക് ഒരു ടർബൈനിലെ ഇൻലെറ്റ് സ്ട്രീമിൻ്റെ എൻതാൽപ്പി അറിയാം, ഔട്ട്ലെറ്റ് സ്ട്രീമിൻ്റെ എൻതാൽപ്പി അറിയാം. നമുക്ക് ഈ ടർബൈൻ എത്രമാത്രം വർക്ക് ഔട്ട്പുട്ട് തന്നു നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു ടർബൈൻ്റെ ഇൻലെറ്റ് സ്ട്രീമിൻ്റെ എൻതാൽപ്പി അറിയാം, ഔട്ട്ലെറ്റ് സ്ട്രീമിൻ്റെ എൻതാൽപ്പി അറിയാം. ടർബൈൻ എത്രമാത്രം വർക്ക് ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ സാർ ഇപ്പോൾ കേൾക്കാം. നേരത്തെ പറഞ്ഞ കേട്ടില്ലായിരുന്നു. ഒരു ടർബൈൻ്റെ ഇൻലെറ്റ് സ്ട്രീമിൻ്റെ എൻതാൽപ്പിയും ടർബൈൻ്റെ ഔട്ട്ലെറ്റ് സ്ട്രീമിൻ്റെ എൻതാൽപ്പിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടർബൈൻ എത്രമാത്രം വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ടർബൈൻ്റെ H2 - H1 ആണോ? അല്ല, H1 - H2. ടർബൈൻ്റെ ഇൻലെറ്റ് കൂടുതലും ഔട്ട്ലെറ്റ് കുറവാണ്. കാരണം നമ്മൾ വർക്ക് അതിനകത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കംപ്രസറിൻ്റെ ആണെങ്കിലോ H2 - H1. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേന് dQ/dτ = 0, W1 = W2, Z1 = Z2, പിന്നെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് സ്മോൾ. ഇത്ര റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് dWx/dτ = H1 - H2 നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ഫോർ ടർബൈൻ. ആൻഡ് ഫോർ കംപ്രസർ dWx/dτ = H2 - H1. അപ്പോൾ ടർബൈൻ്റെ കേസിൽ വർക്ക് ഈസ് ഡൺ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് എൻതാൽപ്പി. എൻതാൽപ്പിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കംപ്രസറിൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസസ് ബൈ ദി എമൗണ്ട് ഓഫ് വർക്ക് ഇൻപുട്ട്. നമ്മൾ എത്രമാത്രം വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അത്രയും വർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റി അതിൻ്റെ എൻതാൽപ്പിക്ക് ഇൻക്രീസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ടിനകത്തോട്ട് എഴുതിയോ? Yes, sir. ഓക്കെ. അടുത്ത ഹെഡിങ് ആയിരിക്കുമോ? ഹീറ്റ് എക്സ്ചേഞ്ചർ. അല്ല, ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. കാരണം ഈ കൂടുതൽ ഡെറിവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാകും. അപ്പോൾ ഇന്ന് നമ്മൾ ടർബൈനും കംപ്രസറും പഠിച്ചു, അത് മാത്രം പഠിച്ചു, അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ പഠിക്കാം. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എത്രാമത്തെ പ്രോബ്ലമാണ്? എത്രാമത്തെ പ്രോബ്ലം മൊത്തത്തിലോ? 4ാമത്തെ പ്രോബ്ലം കേട്ടോ. ഓക്കെ, എഴുതിക്കോ. ഇൻ എ സ്റ്റഡി ഫ്ലോ അപ്പാരറ്റസ്. ഞാൻ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എഴുതി കഴിക്കണം. എല്ലാവരും കാൽക്കുലേറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇൻ എ സ്റ്റഡി flow apparatus
135 kilojoule of work is done by each kilogram of fluid. 135 kilojoule of work is done by each kilogram of fluid. The specific volume of fluid pressure and velocity at the inlet are .37 kilometer cube per kilogram, 600 kilopascal and 16 meter per second. The inlet is above ഇതിൻ്റെ കൂടെ എഴുതിക്കോണേ, എഴുതുന്നുണ്ടോ? 32 meter from the floor. And the discharge pipe is at floor level. Inlet pipe datum level 32 meter മുകളിലാണ്, discharge pipe floor level തന്നെയാണ്. The discharge conditions are .62 meter cube per kilogram, 100 kilopascal, 270 meter per second. Okay. The total heat loss between inlet and discharge is (9 kilojoule per kilogram of fluid. In the flowing apparatus, does the specific energy of the specific internal energy increase or decrease, and by how much? Question എഴുതി കഴിഞ്ഞോ? എൻ്റെ കൂടെ ഞാൻ എഴുതുന്ന അത്രയും സമയമല്ല നിങ്ങൾക്ക് എടുക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എഴുതി തന്നെ പോയത്. In a steady flow apparatus, 130 kilogram of work is done by each kilogram of fluid. The specific volume of fluid
pressure and velocity on inlet are 0.37 meter cube per kilogram, 600 kilopascal, 16 meter per second. The inlet is about 32 meter from the floor level and discharge is at the floor level. The discharge conditions are 0.62 meter cube per kilogram, 100 kilopascal, 270 meter per second. The total heat loss between inlet and discharge is 9 kilojoule per kilogram of fluid. In the flowing apparatus, does the specific internal energy increase or decrease and by how much? ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞവർക്ക് പറയാം. എഴുതി കഴിഞ്ഞോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഇത് ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര നമുക്ക് കൺഫ്യൂസിങ് ആണ് കേട്ടോ. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ വായിച്ച അതിനെ നമുക്ക് പഠിച്ച രീതിയിലോട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊരു ഫ്ലോ പ്രോസസ്സാണെന്ന് മനസ്സിലായി. ഫ്ലോ പ്രോസസ്സ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫ്ലോ പ്രോസസ്സ് പഠിക്കുന്നു. ഓക്കെ, ഓക്കെ ആണല്ലോ? ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ട്, ഒരു ഇൻലെറ്റ് കൊടുക്കുന്നു അല്ലേ? ആ ഇൻലെറ്റ് എത്ര ഹൈറ്റിൽ നിന്നാ, എത്ര ഹൈറ്റ് ആ ബേസിൽ നിന്ന്? 32. അപ്പോൾ Z1 = 32 മീറ്റർ. Z2 എവിടാ? ഗ്രൗണ്ട് ലെവലിൽ തന്നെ. Z2ന്റെ വാല്യൂ എത്ര? അപ്പോൾ Z2ന്റെ വാല്യൂ എത്ര? 0. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് ലൈൻ എന്താ പറയുന്നത്? 135 kilojoule of work is done by each kilogram of fluid. Work is done by the system അല്ലേ? Work is done by the system അല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ ഈ വർക്ക് എങ്ങോട്ട് കാണിക്കണം? W. അപ്പോൾ വർക്ക് ഡൺ ബൈ സിസ്റ്റം എത്ര തന്നേക്കുന്നത്? 135 യൂണിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കിലോ ജൂൾ പെർ സെക്കൻഡ് ആണോ വന്നേക്കുന്നത്? കിലോ ജൂൾ പെർ സെക്കൻഡ് ആണോ വന്നേക്കുന്നത്? കിലോ ജൂൾ പെർ സെക്കൻഡ് ആണോ വന്നേക്കുന്നത്? കിലോ ജൂൾ പെർ കിലോഗ്രാം ആണോ വന്നേക്കുന്നത്? 135 കിലോജൂൾ പെർ എന്ത് വന്നേക്കുന്നത്? വായിച്ചു നോക്ക്, സെന്റൻസ് വായിച്ചു നോക്ക്. തന്നേക്കുന്ന 135 kg of work is done by each kg of fluid. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? 135 കിലോ ജൂൾ ഓഫ് വർക്ക് പെർ സെക്കൻഡിലാണോ ചെയ്യുന്നത്, പെർ കിലോഗ്രാം ഓഫ് ഫ്ലൂയിഡ് ആണോ തന്നേക്കുന്നത്? അപ്പൊ നമ്മൾ ഇവിടെ എന്തോ കൊടുക്കേണ്ടത്? പെർ കിലോഗ്രാം ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നിങ്ങൾ തെറ്റിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ട് ഇത് സ്പെസിഫിക് വോളിയം. അപ്പോൾ V1 എത്ര വന്നേക്കുന്നത്? ഇൻലെറ്റിലെ 0.37 കിലോ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണോ? സ്പെസിഫിക് വോളിയം 0.37 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. പിന്നെ എന്താ വന്നേക്കുന്നത്? പ്രഷർ എത്ര വന്നേക്കുന്നത്? P1 എത്ര? 600 കിലോ പാസ്കൽ. 600 കിലോ പാസ്കൽ അല്ലേ? 600 കിലോ പാസ്കൽ എന്ന് വെച്ചാൽ എത്ര? 600 × 10⁻³ പാസ്കൽ ഇതാണല്ലോ. അടുത്ത വെലോസിറ്റി എത്ര വന്നേക്കുന്നത്? V1 എത്ര വന്നേക്കുന്നത്? V1 എത്ര വന്നേക്കുന്നത്? 16 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തത് ഇവിടെ സ്പെസിഫിക് വോളിയം അറ്റ് ഔട്ട്ലെറ്റ് എത്ര വന്നേക്കുന്നത്?
സ്പെസിഫിക് വോളിയം മറ്റേ ഔട്ട്ലെറ്റ് എത്ര തന്നേക്കുന്നത്? 0.62. 0.62 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഓക്കെ, ഇനി P2 എത്ര, പ്രഷർ എത്ര ഔട്ട്ലെറ്റ് തന്നേക്കുന്നത്? P2 100 kilobar. 100 കിലോ പാസ്കൽ, അതായത് 100 × 10⁻³ പാസ്കൽ ഏതാണല്ലോ, ഏതോ V2 എത്ര തന്നേക്കുന്നത്? ക്യാപിറ്റൽ V2 Yes. V2 എത്ര തന്നേക്കുന്നത്? 270 means. 270 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെന്ത് പറഞ്ഞേക്കുന്നത്? ഡിസ്ചാർജ് കണ്ടീഷൻ അത് പറഞ്ഞു. ടോട്ടൽ ഹീറ്റ് ലോസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ഡിസ്ചാർജ് ഈസ് 9 kJ/kg ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഹീറ്റ് ലോസ് Q എന്ത് വന്നേക്കുന്നത്? Q = ഹീറ്റ് ലോസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് ഹീറ്റിൻ്റെ കൊടുക്കണ്ടേ? ഹീറ്റ് ലോസ് എങ്ങോട്ടാണ് കൊടുക്കണ്ടേ? ഹീറ്റ് ലോസ് എങ്ങോട്ടാണ് കൊടുക്കണ്ടേ? ഹീറ്റ് ലോസ് എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് നഷ്ടപ്പെട്ടു പോവല്ലേ? അപ്പോൾ ഹീറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് കൊടുക്കണ്ടേ? ഹീറ്റ് ലോസ് എന്ന് വെച്ചാൽ ഹീറ്റ് നഷ്ടപ്പെട്ടു പോവല്ലേ? അപ്പോൾ ആ ഡയറക്ഷൻ എങ്ങോട്ടാണ് കൊടുക്കണ്ടേ? നെഗറ്റീവ്. അപ്പോൾ ഡയറക്ഷൻ പുറത്തോട്ടല്ലേ കൊടുക്കണ്ടേ? അതെ സാർ. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റത്തിന് സിമ്പിൾ എന്തുവാ? ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റത്തിന്റെ സിമ്പിൾ എന്താ? ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റത്തിന്റെ സിമ്പിൾ എന്താ? നെഗറ്റീവോ പോസിറ്റീവോ? നെഗറ്റീവ്. നെഗറ്റീവ് 9 kJ/kg. കണ്ടോ, ഇവിടെയും കിലോഗ്രാമ, ഇവിടെയും കിലോഗ്രാമ. വർക്കിൻ്റെ തന്നിട്ടേക്കുന്നത് 135 kJ/kg തന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് തന്നേക്കുന്നത് 9. പക്ഷേ ഇവിടെ നമ്മൾ വർക്ക് എന്താണ് പോസിറ്റീവായിട്ട് എടുത്തത്? വർക്ക് എന്താ പോസിറ്റീവായിട്ട് എടുത്തേ? വർക്ക് എന്താ പോസിറ്റീവായിട്ട് എടുത്തേ? ഹീറ്റ് നെഗറ്റീവായിട്ട് എടുത്ത്. കാരണം എന്താ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ല, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാ. അല്ലേ? ക്വസ്റ്റ്യൻ തന്നേക്ക് വർക്ക് ഡൺ ബൈ സിസ്റ്റം എന്നല്ലേ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്താണ്? പോസിറ്റീവോ നെഗറ്റീവോ? അപ്പം ഈ ഒരു ഞാൻ വരച്ച ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കുക. കാരണം ഈ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഈ ഫിഗർ വരച്ച് ക്യൂവിൻ്റെ കാര്യങ്ങളും നെഗറ്റീവ് പോസിറ്റീവ്, വർക്ക് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൊടുത്ത് V1 V1 P1 Z1 എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇനി അങ്ങോട്ട് എളുപ്പമാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ വോളിയം ചെയ്താൽ കേട്ടോ, കൺട്രോൾ വോളിയം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത്, സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ അപ്ലൈ ചെയ്തേ. നോർമലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തുവാ? പറഞ്ഞേ. നോർമലി സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ W1 × H1 പ്ലസ് പറഞ്ഞേ H1 പ്ലസ് V1² / 2 പ്ലസ് Z1G പ്ലസ് dQ/dτ is equal to W2 × H2 പ്ലസ് V2² / 2 പ്ലസ് Z2G പ്ലസ് dWx/dτ. പക്ഷെ എനിക്ക് ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? എനിക്ക് ഈ ഇക്വേഷൻ ഈ പ്രോബ്ലത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ?
ആർക്കെങ്കിലും പറയാമോ എന്താണെന്ന്? ഞാനൊരു ജസ്റ്റ് ഒരു ക്ലൂ തരാം. ഈ മാർക്ക് വെച്ച് ചെയ്ത കാര്യങ്ങൾ കണക്ട് ചെയ്ത് വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതെന്ന്. with respect to time, rate of time. നമ്മുടെ ഇക്വേഷനകത്ത് എന്താ പറയുന്നത്? ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഇവിടെ വർക്ക് എന്താ വിത്ത് റെസ്പെക്ട് ടു ടൈം. പക്ഷെ നമുക്ക് തന്നേക്കുന്നത് എങ്ങനാ? ഗിവൺ എങ്ങനെ തന്നേക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു മാസ അല്ലേ? വർക്ക് തന്നേക്കുന്നത് എങ്ങനാ? വിത്ത് റെസ്പെക്ട് ടു മാസ തന്നേക്കുന്നത്. അപ്പം നമുക്ക് അതിന് പകരം വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ സത്യം പറഞ്ഞാലാ. ഒന്ന് മറിച്ച് നോക്കിക്കേ, ഞാൻ ഒരു ഫൈനൽ ഇക്വേഷൻ വേറൊരു ഇക്വേഷൻ ഫോർമാറ്റ് തന്നിട്ടുണ്ടായിരുന്നു വിത്ത് റെസ്പെക്ട് ടു കിലോഗ്രാം ഉള്ളത്. ഒന്ന് നോക്കി പറയാമോ? വിത്ത് റെസ്പെക്ട് ടു കിലോഗ്രാം ഉള്ള വേറൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കി പറയാമോ? വിത്ത് റെസ്പെക്ട് ടു കിലോഗ്രാം ഉള്ള വേറൊരു ഇക്വേഷൻ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കി പറയാമോ? ഏതാ? പറഞ്ഞത്? മറിച്ച് നോക്കിക്കേ. വിത്ത് റെസ്പെക്ട് ടു ഡി ക്യൂ ബൈ ഡി എം ഡി ഡബ്ല്യു ബൈ ഡി എം എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ പ്ലസ് ഡി ക്യൂ ബൈ ഡി എം ഈസ് ഇക്വൽ ടു h2 plus v2 square by 2 plus dwx by dm. ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞ വേറൊരു ഫോർമാറ്റിലുള്ള ഇക്വേഷനാ. ഏതാ? ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം എന്താ? നമുക്ക് തന്നിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ സത്യം പറഞ്ഞാൽ എന്തോ കണ്ടുപിടിക്കണ്ടേ? എന്താ കണ്ടുപിടിക്കണ്ടേ? ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത് എന്താണ്? Does the specific internal energy increase or decrease? അതാ ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ U1ഉം U2 ആണോ? ഇന്റേണൽ എനർജി പറയുമ്പോൾ എന്താണ്? U1 U2. അപ്പോൾ U1 U2 കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? ഇന്റേണൽ എനർജി കൂടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ U1 മൈനസ് U2 എന്തായിരിക്കും? കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല U1 മൈനസ് U2 എന്തായിരിക്കും? നോ ചേഞ്ച് ആണെങ്കിൽ U1 മൈനസ് U2 എന്തായിരിക്കും? 0. U1 മൈനസ് U2 പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? U1 മൈനസ് U2 പോസിറ്റീവ് ആണ് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? U1 മൈനസ് U2 പോസിറ്റീവ് ആണ് അതിൻ്റെ അർത്ഥം അല്ല, പോസിറ്റീവ് ആണെങ്കിൽ കൂടിയെന്നല്ലേ? സോറി അതെ U1 മൈനസ് U2 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുറഞ്ഞെന്ന്. U1 മൈനസ് U2 നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് U1 എന്ന് പറയുന്ന ടേമിനകത്ത് ഉണ്ടോ? ഏതാടാ?
u1 മൈനസ് u2 പോസിറ്റീവ് ആണ്, ഡിക്രീസ് ചെയ്തെന്നു എന്നല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് u1 ഒന്നിനകത്തില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? h1 ഇസിക്കൽ ടു, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, h ഇസിക്കൽ ടു എന്താണ്? h ഇസിക്കൽ ടു എന്താണ്? u plus pv. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തേ. നമ്മുടെ ഇക്വേഷന് ഒന്ന് സെറ്റാക്കി എടുത്തേ. എച്ചിന് പകരം u1 പ്ലസ് p1 v1 പ്ലസ് v1 സ്ക്വയർ ബൈ 2 പ്ലസ് z1g പ്ലസ് dq ബൈ dm ഈസ് ഈക്വൽ ടു u2 പ്ലസ് p2 v2 പ്ലസ് ഇത് സ്മോൾ v2 കേട്ടോ, സ്മോൾ v. ഇത് ക്യാപിറ്റൽ v2 സ്ക്വയർ ബൈ 2 പ്ലസ് z2g പ്ലസ് dwx ബൈ dτ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് u1ൻ്റെയും u2ൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യാത്തുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? u1 മൈനസ് u2 എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിനകത്ത് നമുക്ക് u1 മൈനസ് u2 എന്ന ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിനകത്ത് നമുക്ക് u1 മൈനസ് u2 എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? p1 അറിയാം, സ്മോൾ v1 അറിയാം, ക്യാപിറ്റൽ v1 അറിയാം, z1 അറിയാം, dq ബൈ dm അറിയാം, u2 അറിയത്തില്ല, p2 അറിയാം, സ്മോൾ v2 അറിയാം, ക്യാപിറ്റൽ v2 അറിയാം, z2 അറിയാം, dw ഇത് അറിയാം. അപ്പോൾ ഇതെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി u1 മൈനസ് u2 കണ്ടുപിടിച്ചുകൂടെ?